ഹലോ നമുക്ക് മുരിങ്ങക്കായെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. മുരിങ്ങയുടെ ഇലയും പൂവും കായും ഭക്ഷ്യയോഗ്യമാണ്. മുരിങ്ങയിൽ വൈറ്റമിൻ എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇലക്കറി വെച്ചും സൂപ്പുണ്ടാക്കിയും മുരിങ്ങയില കഴിക്കാറുണ്ട്. മുരിങ്ങയ്ക്ക സസ്യവിഭവങ്ങളിലും മാംസവിഭവങ്ങളിലും ചേർത്ത് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ അവിയൽ, തോരൻ, സാമ്പാർ, തീയൽ തുടങ്ങിയ സസ്യവിഭവങ്ങളിലും മീൻകറി, ഉണക്കമീൻ തോരൻ എന്നീ മാംസവിഭവങ്ങളിലും ചിലവരൊക്കെ ഈ മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട്. പിന്നെ മുരിങ്ങക്കയിലും മുരിങ്ങയിലയിലും ജലാംശത്തോടൊപ്പം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഭക്ഷ്യനാരുകൾ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കരോട്ടിൻ, നിക്കോട്ടിനിക് ആസിഡ്, പ്രോലമിൻ തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു. മുരിങ്ങപ്പൂവ് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇതിൽ നേർത്ത അളവിൽ ആൽക്കലോയിഡും കാൽസ്യവും കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. പിന്നെ മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് രക്തക്കുറവിനും രക്തസമ്മർദ്ദത്തിനും ഒരു മരുന്നാണ്. ഇലയുടെ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ബ്ലഡ് പ്രഷർ കുറയും. അതുപോലെ തന്നെ മുരിങ്ങയില അരച്ചു പുരട്ടിയാൽ എളുപ്പത്തിൽ മുറിവുണങ്ങും. മുരിങ്ങയിലും ഉപ്പും ചേർത്തരച്ച് പുരട്ടുന്നതും ശരീരഭാഗങ്ങളിലെ നീര് ശമിപ്പിക്കും. പിന്നെ മുരിങ്ങക്കുരുവിൽ നിന്നുള്ള എണ്ണ ആമവാദം, പെരുമുട്ടുവാദം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു.